ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ, നമുക്കൊക്കെ 50 വയസ്സ് 60 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സൊക്കെ എല്ലാവർക്കും ഈ അറ്റാക്ക് വന്നു, അല്ലെ ബ്ലഡ് ക്ലോട്ട് ചെയ്തു എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഒരു ഭയമാണല്ലോ ഉള്ളിൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യമാണ്. എപ്പോഴാണ് എന്താ വരുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ നമ്മൾക്ക് നമ്മുടെ ഭക്ഷണത്തിൽ കൂടെ ചില ക്രമീകരണങ്ങളൊക്കെ നമ്മൾ നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ബ്ലഡ് ക്ലോട്ടിങ് അല്ലെങ്കിൽ രക്തകട്ടം പിടിക്കുക എന്നുള്ള ആ ഒരു രോഗത്തിൽ നിന്ന് ഒരു പരിധി വരെ നമുക്ക് വിടുതൽ കിട്ടും കേട്ടോ. അതിനായിട്ടുള്ള കുറച്ച് ടിപ്സാണ്, ഏതൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള ടിപ്സാണ് ഞാൻ ഇന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പഴങ്ങളും പച്ചക്കറികളും ധാരാളമായിട്ട് കഴിക്കണേ. പഴങ്ങളിലും പച്ചക്കറികളിലും ധാരാളമായിട്ട് ഫ്ലാവനോയിഡ്സും ഫിനോയിഡ്സും ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും മിനറൽസും എല്ലാം നിറഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇത് കഴിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രക്തക്കുഴലുകൾക്ക്, രക്തധമനികൾക്കും കുഴലുകൾക്കും ഒക്കെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ആരോഗ്യം ഉണ്ടാകുകയും ഓക്സിജൻ ഫ്ലോ കൂടുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിനും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ബ്രെയിനിനും എല്ലാം ആരോഗ്യം കിട്ടും അല്ലേ. എപ്പോഴും നമ്മൾ ആവശ്യമില്ലാത്ത ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നതാണ് ഇതിനൊക്കെ മെയിൻ ഒരു റീസൺ. ഭക്ഷണമാണ്. എന്തുവാണ് നമ്മൾ കഴിക്കണേ അതാണ് നമ്മളിൽ കാണുന്നതെന്നൊക്കെ ഈ നമ്മൾ പ്രകൃതി ചികിത്സയിൽ പോകുമ്പോൾ അവർ പറയണ മെയിൻ ഒരു കാര്യമാണ്. എന്ത് നമ്മൾ കഴിക്കുന്നോ അതാണ് നമ്മളിൽ കാണുന്നതെന്ന്. അത് സത്യമാണ്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. അപ്പം ഇപ്പം ചെറുപ്പത്തിൽ നമ്മൾക്ക് ഇങ്ങനെ എന്ത് കിട്ടിയാലും കഴിക്കാമല്ലേ, അതിനൊന്നും വിഷയമൊന്നുമല്ല. അതേസമയം നമ്മളൊന്ന് സീനിയർ സിറ്റിസണായി നമ്മളൊരു വിശ്രമ ജീവിതം ഒക്കെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് കുറേ നമ്മൾ ആദ്യം കഴിച്ച ഭക്ഷണങ്ങളൊക്കെ വേണ്ടാന്ന് വെക്കുകയാണ് നല്ലത്. നമ്മളൊരു സമീകൃതമായിട്ടുള്ള ആഹാരം ക്രമീകരിക്കുക. അപ്പോൾ അത് നമ്മുടെ രക്തക്കുഴലുകൾക്കും അതുപോലെ നമ്മുടെ പ്ലേറ്റ്ലെറ്റിനും എല്ലാം ആരോഗ്യം കിട്ടുന്നതിന് എല്ലാം നല്ലതാണ്. ഈ പ്ലേറ്റ്ലെറ്റിന് ആരോഗ്യം കിട്ടുമ്പോഴാണ് അതിലുള്ള ഡാമേജസ് ഇരുന്നാൽ തന്നെ പകുതി നമ്മുടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന ഭക്ഷണങ്ങൾ നിങ്ങൾ പഴങ്ങളും പച്ചക്കറികളും എല്ലാം ഭക്ഷണത്തിൽ ഒരു നേരമെങ്കിലും ഉൾപ്പെടുത്തണം കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന കൂട്ട് ധാരാളം വെള്ളം കുടിക്കണം, എക്സസൈസ് ചെയ്യണം, അതൊക്കെ അതിൻ്റെ കൂട്ടത്തിലുള്ളതാണ്. ടെൻഷൻ ഒഴിവാക്കണം, അതൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ സൈഡ് ഡിഷ് പോലെ ഉള്ളതാണ്. അപ്പോൾ പച്ചക്കറികളും പഴങ്ങളെന്ന് പറയുമ്പോൾ മെയിനായിട്ട് സിട്രസ് ഫ്രൂട്ട്സാണ്. അതായത് ഓറഞ്ച് തുടങ്ങി പുളിയുള്ള പഴങ്ങൾ. പിന്നെ കിവി വളരെ നല്ലതാണ്. കിവിപ്പഴം, ചെറിപ്പഴം, പ്ലം, ആപ്പിള് തുടങ്ങി വാട്ടർ മെലോൺ തുടങ്ങിയുള്ള പഴങ്ങളൊക്കെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഫ്ലാവനോയിഡ്സും അതുപോലെ ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. പ്ലം, തണ്ണിമത്തൻ, ഇതെല്ലാം ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിനും എല്ലാത്തിനും ഈ പഴങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസും മിനറൽസും ഹെൽപ്പ് ചെയ്യും. ഓക്കെ. അപ്പോൾ പിന്നെ മുന്തിരി ധാരാളം കഴിക്കുക കേട്ടോ. വൈൻ കഴിക്കാം. വളരെ ചെറിയ തോതിൽ നമുക്ക് വൈനും കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഗ്രീൻ ടീ കഴിക്കുന്നത് നല്ലതാണ്. ബ്ലാക്ക് ടീ കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾക്ക് നല്ല നമ്മുടെ പിന്നെ രക്തകട്ടം പിടിക്കാതിരിക്കാനുള്ള രക്തം കട്ട പിടിക്കാതെ ഇരിക്കാൻ നമ്മൾ കഴിക്കേണ്ട പഴങ്ങളാണ് ഞാനീ പറഞ്ഞത്. ഇനി അടുത്തത് നമ്മൾ പച്ചക്കറികൾ നോക്കുകയാണെങ്കിൽ ബീട്രൂട്ട്, അതുപോലെ ബ്രോക്കോളി, പിന്നെ നമ്മുടെ പച്ച നിറത്തിലുള്ള ഇലകൾ, പച്ചിലകൾ കേട്ടോ, പച്ചിലകൾ കൂടാതെ തക്കാളി, സ്പിനച്ച്, കല തുടങ്ങി നമ്മൾ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ പൊതുവേ പച്ചക്കറി എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ വെട്ടിക്കൂട്ടി സാമ്പാർ പോലെ അവിയൽ പോലെയൊക്കെ വെച്ച് കഴിക്കുകയാണ്. പക്ഷേ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒന്ന് നമ്മൾ ചോറ് കുറച്ചിട്ട് അധികമായിട്ട് ഏതെങ്കിലും ഒരു പച്ചക്കറി, ബ്രോക്കോളിയോ അല്ലെങ്കിൽ കാബേജോ അങ്ങനെയുള്ള എന്തെങ്കിലും പച്ചക്കറികൾ, വെണ്ടയ്ക്ക, തക്കാളി, ഇങ്ങനെ അധികം നമുക്ക് കഴിക്കാം കേട്ടോ. പിന്നെ നമ്മൾക്ക് സൾഫർ അടങ്ങിയ വെളുത്തുള്ളി, ഉള്ളി നല്ലതാണ്. അപ്പം നമ്മൾ വെളുത്തുള്ളിയൊക്കെ നമുക്ക് വെറുതെ ഒരു 5 തിന്നാം കേട്ടോ, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഈ സാലഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ സവാള അധികം വെട്ടിയരിഞ്ഞിടുന്നതിന് പകരം 2-3 വെളുത്തുള്ളിയൊക്കെ നമുക്ക് ഇട്ടാൻ നല്ലതാണ്.
പിന്നെ അടുത്തതായിട്ട് ചില സുഗന്ധവ്യഞ്ജനങ്ങളും നമുക്ക് ഈ രക്തം കട്ട പിടിക്കാതിരിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് കുരുമുളകാണ് കേട്ടോ. പിന്നെ ഇഞ്ചി, മഞ്ഞൾ, ഇതൊക്കെ സിന്നമൺ, ഇതെല്ലാം നമ്മളുടെ ഈ സുഗന്ധവ്യഞ്ജനങ്ങളും. ഇപ്പോൾ മഞ്ഞളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, എങ്കിലും നമ്മൾ മഞ്ഞൾ കുറച്ചും കൂടെ കൂടുതൽ ഉപയോഗിക്കുക കേട്ടോ. അതുപോലെ കുരുമുളക് നമുക്ക് ഇടാം, അതും കുറച്ചും കൂടെ കൂടുതലായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അടുത്തത് എന്താണെന്നോ, നമ്മളെ omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കണേ. അത് മെയിനായിട്ട് മീനാണല്ലേ, അത് അയില നല്ലതാണ്, സാൽമൺ നല്ലതാണ്, ടൂണ നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കഴിക്കണം. പിന്നെ മീൻ കഴിക്കാത്ത ചിലവരുണ്ടല്ലോ, നിങ്ങൾ ഈ സോയ് പ്രൊഡക്റ്റ് കഴിക്കണേ. സോയ് നമ്മൾ വാങ്ങാമല്ലോ, സോയാബീൻ നമുക്ക് വാങ്ങി കറി വെച്ചൊക്കെ കഴിക്കാം, അത് പിന്നെ മിൽക്കാക്കി കഴിക്കാം. അതൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഫൈറ്റോ ഈസ്ട്രജനും നല്ലതാണ്, നമ്മുടെ രക്തം കട്ട പിടിക്കാതിരിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഞാൻ ഈ പറയുന്ന എല്ലാത്തിനും വേറൊരു ഗുണങ്ങളുണ്ട്. നമ്മുടെ നല്ല കൊളസ്ട്രോളിനെ കൂട്ടുന്നതിനും അതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതിനും എല്ലാം ഈ പഴങ്ങളിലും പച്ചക്കറികളിലും അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസും മിനറൽസും എല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് എല്ലാവരും ഓർക്കണേ. പിന്നെ നമുക്ക് നട്ട്സ് ഏതൊക്കെ കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽമണ്ട് നല്ലതാണ്, അതുപോലെ വാൽനട്ട് നല്ലതാണ്. ഇതും നമുക്ക് നട്ട്സ് വിഭാഗത്തിൽ നമുക്ക് കഴിക്കാം. ഒരു 4-5 ആൽമണ്ടൊക്കെ നമ്മൾ കഴിച്ചാൽ മതി, അല്ലാണ്ട് കുറേ നമ്മൾ വിശപ്പ് മാറാനൊന്നും കഴിക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ നട്ട്സ് കഴിഞ്ഞു, omega-3 ഫാറ്റി ആസിഡ്സും നമ്മൾ കഴിഞ്ഞു. ഇതെല്ലാം നമ്മൾ കഴിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മൾ ഈ ഒരു പ്രായമായി കഴിഞ്ഞാലേ നമ്മൾ ഒത്തിരി ഈ ടിൻ ഫുഡുകൾ കേട്ടോ, പ്രോസസ്സ് ചെയ്ത ഫുഡുകൾ, പ്രോസസ്സ് ചെയ്ത മീറ്റ്, മീൻ, അതുപോലെ ടിന്നിൽ കിട്ടുന്ന മറ്റു ഫുഡുകൾ, ജ്യൂസ്, ഇതൊക്കെ ടിന്നിൽ നമ്മൾ വാങ്ങി കഴിക്കണത്. അതുപോലെ ചിലർക്ക് സോഡ കുടിക്കേണ്ട ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ നിർത്തണം. നമ്മൾ കഴിയുന്നതും നമ്മൾ വീട്ടിലെ ഫുഡ് കഴിക്കുക. പിന്നെ അരിയുടെ ഉപയോഗം കുറയ്ക്കുക, പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കുക, ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കുക. പിന്നെ അധികം മസാല ചിലർക്ക് അധികം കഴിക്കണത് അതും നല്ലതല്ല കേട്ടോ. പിന്നെ ഈ നമ്മൾ ഈ കെച്ചപ്പൊക്കെ ഉണ്ടല്ലോ, അധികം ഡെയിലി വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കുക. ഇങ്ങനെ ചിലർക്ക് ഇഷ്ടമാണ് കെച്ചപ്പൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ റെഗുലറായിട്ട് സോയാ സോസും കെച്ചപ്പൊക്കെ റെഗുലറായിട്ട് നമ്മൾ ഉപയോഗിക്കണ്ട കേട്ടോ. ഇതെല്ലാം നമ്മുടെ പിന്നെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് പുറത്തുനിന്ന് ആഹാരം കഴിക്കാതിരിക്കുക, വറുത്തതും പൊരിച്ചതും ട്രാൻസ് ഫാറ്റ് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ഹൃദയത്തിന് ആരോഗ്യം കിട്ടുകയും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും കേട്ടോ, സ്ട്രോക്ക് വരാതിരിക്കാനും ഒക്കെത്തിനും പറ്റിയ ഭക്ഷണങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും സീനിയർ സിറ്റിസണായ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയേ കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ എക്സസൈസ് ചെയ്യണം, വെള്ളം കുടിക്കണം കേട്ടോ, അത് മറക്കരുത്. ഓക്കെ, അപ്പോൾ എന്നെ വായിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ എൻ്റെ വീഡിയോയിലെല്ലാം നിങ്ങൾ ലൈക്ക് ചെയ്യണേ, എന്നാലാണ് അടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. പലരും പറയാറുണ്ട്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, കാണുന്നില്ലല്ലോ, വീഡിയോ ഇടുന്നില്ലല്ലോ എന്നൊക്കെ. ഇടുന്നുണ്ട്, നിങ്ങളൊന്ന് ലൈക്ക് ചെയ്താൽ നിങ്ങൾക്ക് അടുത്തത് കാണാം. ഓക്കെ, എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.